ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മീയ ആത്മീയതയെക്കുറിച്ചുള്ള 187 സെഷനാണല്ലോ ഇത്. 6-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 27-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം സ്ഥാനത്തെക്കുറിച്ചുള്ള 5-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നിർത്തിയത്. അപ്പം പിശാചിൻ്റെ വേലയല്ല ഇങ്ങനെയുള്ള ആത്മീയ ഉദ്ഗമനം, ഫ്ലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് സൂചിപ്പിച്ചിട്ട് പിശാചിന് ചില ഫലങ്ങൾ ഉണ്ടാക്കാൻ ഒട്ടും പറ്റത്തില്ല നമുക്ക് വ്യക്തമാക്കി. എന്നിട്ട് പിന്നെ പറയാം 3 വിശിഷ്ട ഗുണങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കിട്ടുന്ന ഈ ഫ്ലൈറ്റ് ഓഫ് ദ സ്പിരിറ്റ് വഴി നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 1-ാമത്തെ നമ്മൾ കാണുകയുണ്ടായി. ദൈവമാഹാത്മ്യത്തെക്കുറിച്ചുള്ള അറിവ്, അതിനെ പറ്റിയ അവഗാഹം കിട്ടും, അനുവാദം കിട്ടും. ദൈവമാഹാത്മ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ 1-ാമത്തെ ദൈവത്തെക്കുറിച്ചുള്ള ഇങ്ങനെയുള്ള അറിവും വ്യക്തതയും നല്ലപോലെ കിട്ടുന്നു എന്ന് പറയുന്നു. 2-ാമത്തേത് ആത്മീയ അവസ്ഥയെക്കുറിച്ചുള്ള ബോധവും താഴ്മയും. അപ്പം നമ്മുടെ തന്നെ ആത്മീയ അവസ്ഥയെക്കുറിച്ചുള്ള ബോധമാണ്. ഒന്ന് ദൈവത്തെക്കുറിച്ച്, 2-ാമത്തെ നമ്മളെക്കുറിച്ച്, നമ്മുടെ ആത്മീയ അവസ്ഥ, ഇതിലെ ബോധവും താഴ്മയും. ബോധമുണ്ടാകുന്നു, നമ്മളെക്കുറിച്ച് കൂടെ അറിവുണ്ടാകുന്നു, അറിവിൻ്റെ ഫലമായി അവബോധമുണ്ടാകുന്നു. ആ അവബോധത്തിൻ്റെ ഫലം എന്താണ്? താഴ്മ, എളിമ, നമ്മുടെ നിസ്സാരത, ഇല്ലായ്മ. അത് നേരത്തെ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതൊരു സങ്കോചമായിട്ടും വിഷാദമായിട്ടും നിരുന്മേഷത്തിൻ്റെ ഒരു അവസ്ഥയായിട്ട് പോലും വരാം. നമ്മളൊന്നും ഇല്ലല്ലോ, ഒന്നും അല്ലല്ലോ എന്ന് ഓർക്കുമ്പം അതിനുള്ള പ്രതിവിധി ദൈവം തന്നെ തരുന്ന മനസ്സ് പറയുകയുണ്ടായി. ഈശോയുടെ പരിഹാര യോഗ്യതകൾ അമൂല്യമായതിനെ കാഴ്ചവെക്കുക ദൈവത്തിൻ്റെ പക്കൽ, നമ്മുടെ എല്ലാ ഇല്ലായ്മയ്ക്കും വീഴ്ചയ്ക്കും പാപത്തിൻ്റെ ലോകത്തിൻ്റെ എല്ലാം പകരമായിട്ട്. അങ്ങനെ മാത്രമേ നമുക്ക് നമ്മുടെ ഇല്ലായ്മയെക്കുറിച്ചുള്ള ആ ഒരു നിരുന്മേഷവും വിഷാദവും മറികടക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ ആ ഒരു നിരുന്മേഷം അല്ലെങ്കിൽ നമ്മുടെ നിസ്സാരത്തിൻ്റെ അവബോധം, താഴ്മ നല്ലപോലെ നമുക്കുണ്ടാവും. ഈ അനുഭവത്തിലൂടെ നമുക്ക് ഇവിടെ 3 വിശിഷ്ട ഫലങ്ങൾ എണ്ണി പറയുമ്പോൾ വീണ്ടും പറയുകയാണ്. ഇത്തരം മഹത്തായ വിഭവങ്ങളുടെ സൃഷ്ടാവിനോട് തുലനം ചെയ്യുമ്പോൾ സർവത്ര ഹീനയായ താൻ അവിടുത്തെ ദ്രോഹിക്കുവാൻ തുനിയുകയും തന്നെ ഉറ്റുനോക്കാൻ ധൈര്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നതോർത്ത് അവൾ ലജ്ജിച്ചു പോകുന്നു. ഇത്ര വലിയ നന്മയുള്ള ദൈവത്തെ ദ്രോഹിക്കാൻ താൻ തുനിയുന്നത് എത്ര കഷ്ടമാണ്. അല്ല, ദ്രോഹിക്കാൻ തുനിയുകയും തന്നെ ഉറ്റുനോക്കാൻ ധൈര്യപ്പെടാതിരിക്കുകയും ചെയ്തതിനോർത്ത് അവിടുത്തെ പകരം നമ്മൾ തിരിയുന്നില്ലല്ലോ, അവിടുത്തെ അന്വേഷിക്കുന്നില്ല, ഉറ്റുനോക്കുന്നില്ലല്ലോ, എന്ത് കഷ്ടമാണ്. അങ്ങനെയുള്ള താഴ്മയാണ് ദൈവത്തിൻ്റെ. ഇത്ര മഹത്തായ വിഭവങ്ങളുടെ സൃഷ്ടാവിനോട് തുലനം ചെയ്യുമ്പോൾ സർവത്ര ഹീനയായ താൻ അവിടുത്തെ ദ്രോഹിക്കാനും തുനിഞ്ഞത് എന്താ? അവിടുത്തെ അവഗണിക്കാൻ, വേദനിപ്പിക്കാൻ, അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ പ്രവർത്തിക്കാൻ തയ്യാറാകാതിരുന്നത് എന്താ? പിന്നെ അവിടുത്തെ തന്നെ നോക്കിക്കൊണ്ട്, അവിടുത്തെ നോക്കി പ്രകാശിതരായി അവിടുത്തെ അന്വേഷിക്കാൻ തയ്യാറാകാതിരുന്നത്, ഉറ്റുനോക്കാൻ ധൈര്യപ്പെടാതിരുന്നത്, ധൈര്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നില്ല, തയ്യാറാകുന്നില്ല. അങ്ങനെ എല്ലാം ഓർത്ത് അവൾ ലജ്ജിച്ചു പോവുകയാണ്. എന്ത് കഷ്ടമാണിത് തൻ്റെ അവസ്ഥ എന്ന് 2-ാമത്തെ കാര്യം. 3-ാമത്തേത് ലോകവസ്തുക്കളെ സംബന്ധിച്ച അതിയായ അവജ്ഞ. നേരത്തെ ഇതെല്ലാം സൂചിപ്പിച്ചാണ് ഇവിടെ എണ്ണി പറയുക, നമ്പറിട്ട് പറയുന്നതാണ്. ലോകവസ്തുക്കൾ, ഒരു കാര്യം ലോകത്തിന് ഇതിന് വേണ്ട. തൻ്റെ ശരീരം പോലും, തൻ്റെ വസ്തുവകകൾ എന്തുമായിക്കോട്ടെ, ശരീരത്തിൻ്റെ ആനന്ദങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ, സന്തോഷങ്ങൾ, ആശ്വാസങ്ങൾ, അതിനോടൊക്കെ വളരെ ലുക്കിംഗ് ഡൗൺ, അതിൻ്റെ നിസ്സാര തിരിച്ചറിഞ്ഞിട്ട് വരുന്നൊരു അവജ്ഞ. അവിടുത്തെ മഹിമയുടെ സേവനത്തിൽ ഉപകരിക്കാത്തതെല്ലാം അവൾ നിഷേധിക്കുന്നു. മദ്രസ്യ കൊച്ചുനാൾ മുതലേ പറഞ്ഞിരുന്ന കാര്യമാണ്. ഓരോ കാര്യം വരുമ്പോഴും ഇതെൻ്റെ നിത്യതയ്ക്ക് എന്തുമാത്രം ഉപകരിക്കും ചോദിക്കുമായിരുന്നു എന്നാണ് ജീവിതത്തിലന്മാർ പറയുന്നത്. ഇത് എൻ്റെ നിത്യതയ്ക്ക് എന്തുമാത്രം ഉപകരിക്കും, എൻ്റെ സ്വർഗീയ പ്രാപ്തിക്ക്, സ്വർഗോന്മുഖമായി എനിക്ക് വളരാൻ എന്നെ എന്തുമാത്രം സഹായിക്കും ഒരു കാര്യം. ഇതെന്നെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുമോ, ദൈവത്തിന് അകറ്റുമോ? ദൈവത്തേക്ക് അടുപ്പിക്കുന്നതായിരിക്കണം, അല്ലാതെ ഒന്നും എനിക്ക് വേണ്ട. ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നതിന് എന്തുമാത്രം ഉപകരിക്കും, അതനുസരിച്ച് അതിന് പുറകെ ഇറങ്ങേണ്ടത്. അപ്പോൾ ദൈവത്തെങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നില്ലാത്ത ഒരു കാര്യത്തിനും വേണ്ടി പോകാനും, ഒരു നിമിഷം പോലും ചെലവഴിക്കാനും, അല്പമെങ്കിലും അധ്വാനം എടുക്കാനും, ഒരു സമയം ഒന്നും നമ്മൾ തയ്യാറല്ല. അല്ലാതെ എല്ലാം വേണ്ട ചിന്തയിലേക്ക് വരികയാണ്. ഇങ്ങനെയുള്ള 3 വിശിഷ്ട ഫലങ്ങൾ, ഗുണങ്ങൾ ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആത്മാവിന് സിദ്ധിക്കുന്നു. നിസ്സാരമായൊരു നിമിഷത്തിൻ്റെ അനുഭവം ഉള്ളായിരിക്കും ഇതിന് കാരണമായി ദൈവം തരുന്ന ഫ്ലൈറ്റ് ഓഫ് ദി സ്പിരിറ്റ്. എങ്കിൽ പോലും ഇങ്ങനത്തെ ഫലങ്ങൾ ഉണ്ടാകുന്ന മദ്രസ്യ പറയുകയാണ്. 11-ാമത്തെ ഖണ്ഡിക. ദിവ്യ മണവാളൻ തൻ്റെ വധുവിന് നൽകുവാൻ ആരംഭിക്കുന്ന ആഭരണങ്ങൾ ഇവയാണ്.
അപ്പം കല്യാണ ഉറപ്പീര് നടത്തി ഒത്തുകല്യാണത്തിൻ്റെ അവസ്ഥയാണ് വിവാഹ വാഗ്ദാനം. അപ്പം മോതിരം കൈമാറും അല്ലേ, മോതിരം വരൻ വധുവിനെ ഒരു മോതിരം അണിയിക്കും വിവാഹ വാഗ്ദാനത്തിന്. വധു അന്നേരം വരനെ അണിയിക്കാറില്ല അല്ലേ, നമ്മുടെ രീതി അങ്ങനെ എനിക്ക് തോന്നുന്നു. ചെറുക്കൻ പെണ്ണിനൊരു മോതിരം അണിയിക്കും, എന്നുവെച്ചാൽ ഞാൻ നിന്നെ സ്വീകരിച്ചിരിക്കുന്നു, നമ്മുടെ ഉറപ്പിക്കുന്ന വിവാഹ വാഗ്ദാനം. ഇപ്പം എന്ന് പറഞ്ഞ പോലെ ഇവിടെ വരനായ ദൈവം വധുവായ ആത്മാവിന് ചില ആഭരണങ്ങൾ കൊടുക്കുകയാണ്. നീ എന്നെ സ്വന്തമാകാൻ പോകുന്നു, ഞാൻ നിന്നെ സ്വന്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, നീ എന്നെ സ്വന്തമായിട്ട് സ്വീകരിച്ചെന്നല്ലോ തീരുമാനിക്കുകയാണല്ലോ. അതിൻ്റെ എല്ലാം അടയാളപ്പെടുന്ന ആഭരണങ്ങൾ അണിയിക്കുന്നതാണ് ഈ ബോധ്യങ്ങളും വിശിഷ്ട ഗുണങ്ങളും എന്ന് മദ്രസ പറയുകയാണ്. ഇവയുടെ അമൂല്യത അർഹിക്കുന്ന ശ്രദ്ധയോടെ അവൾ അവയെ സൂക്ഷിക്കുകയും ചെയ്യും. അതിൻ്റെ വില അറിയാവുന്നത് കൊണ്ട്, അമൂല്യത അറിയാവുന്നത് കൊണ്ട് അത് അർഹിക്കുന്ന ശ്രദ്ധയോടെ അത് പിന്നെ ഒരിക്കലും നഷ്ടപ്പെടാതെ പോകാൻ ആത്മാവ് ശ്രദ്ധിക്കും. അവരുടെ ഓർമ്മയിൽ ദർശനങ്ങൾ വളരെ ആഴമായി പതിഞ്ഞിരിക്കും. ഓർമ്മയിൽ ഒരിക്കലും അവൾക്ക് മറക്കാൻ പറ്റുകയില്ല. ഈ ദർശനങ്ങളിൽ അവൾ കുതിർന്നിരിക്കും. അവയുടെ അനുഭൂതി എന്നേക്കും ശ്രദ്ധിക്കുന്നത് വരെയും അവ വിസ്മരിക്കുക അവൾക്ക് സാധ്യമല്ലെന്നത്ര എനിക്ക് തോന്നുന്നത്. അവയുടെ അനുഭൂതി എന്നേക്കും ശ്രദ്ധിക്കുന്നവരെ നിത്യമായി മരണം വഴി ഭൂമിയിൽ നിന്ന് പോയി സ്വർഗത്തിൽ അത് എന്നേക്കുമായി എറ്റേണലായിട്ട് നിത്യസൗഭാഗ്യത്തിലെത്തി ഇത് അനുഭവിക്കുന്നിടം വരെയും ഇത് മറക്കാൻ അവൾക്ക് പറ്റത്തില്ല. ഇനിയുള്ള അവളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഈ ഓർമ്മയിൽ അവൾ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടേ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മുതസ്സ പറയുകയാണ്. എന്നാൽ അവയെ വിസ്മരിക്കാനിടയാകുന്നത് അവൾക്ക് വലിയ നഷ്ടമായിരിക്കും. ഇനി വിസ്മരിക്കാനെങ്ങാൻ ഇട വരുമോ? വരരുത്, വരികേല, വരാൻ പറ്റുകയെന്ന് തോന്നുന്നത്. അങ്ങനെ ഇട വന്നാലത് ഭീകരമായ നഷ്ടമായിരിക്കും മുതസ്സ പറയുകയാണ്. എങ്കിലും അവ പ്രദാനം ചെയ്യാൻ ശേഷിയുള്ള ദിവ്യനാഥന് അവ സൂക്ഷിക്കാനുള്ള അനുഗ്രഹം കൂടി നൽകാൻ കഴിയാതെ വരികയില്ലല്ലോ. അപ്പോൾ ഒരാത്മാവിന് ഇത്രമാത്രം വിലയേറിയ അമൂല്യമായ സ്വർഗീയ ആഭരണങ്ങൾ കൊടുത്ത ആത്മാവിനെ അലങ്കരിക്കാനായിട്ട് ഈ ദിവ്യ മണവാളനായ ദൈവത്തിന് അറിയാമെങ്കിൽ, സാധിക്കുമെങ്കിൽ, അങ്ങനെ കൊടുക്കാനായിട്ട് താൻ തിരുവുള്ളമാകുന്ന ഒരാത്മാവ് അത് പിന്നെ മറന്നു പോകാത്ത വിധം അത് സൂക്ഷിക്കാനുള്ള കഴിവും കൃപയും കൂടെ ആത്മാവിനൊപ്പം മണവാളം കൊടുക്കാതിരിക്കുകയില്ല. വളരെ വിശിഷ്ടമായ ഒരു സമ്മാനം കൊടുക്കുമ്പം ആ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് പോകുന്ന വ്യക്തി വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആ സമ്മാനം എങ്ങനെ സൂക്ഷിക്കണം, എവിടെ സൂക്ഷിച്ച് വെക്കണം, എങ്ങനെ അത് കേടുവരാ സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതിനുള്ള കാര്യം കൂടി കൊടുത്തിരിക്കും. നമ്മൾ സ്വർണ്ണക്കടയിൽ പോയി ഒരു നല്ല ആഭരണം വാങ്ങിച്ചാൽ ആ ആഭരണം വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് അതിട്ടല്ല ചാക്കിനത്തിൽ ഇട്ടല്ല കൊണ്ടിരുന്നത്. ആ സ്വർണ്ണാഭരണം ഭദ്രമായിട്ട് കേടുവരാതെ നഷ്ടം വരാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയ ചെപ്പുകൾ ചെപ്പിനകത്ത് വെച്ച് അടച്ച് ഭദ്രമായിട്ട് നമുക്ക് തരും. അപ്പോൾ ഒരു പോറലും പൊടി ഒന്നും വരാതെ ചടക്കം ഒന്നും വരാതെ അത് നമുക്ക് ആ ചെപ്പിനകത്ത് യഥാവിധി വെച്ചിട്ട് അതുമായിട്ട് പോരാൻ പറ്റും. അപ്പം സ്വർണ്ണാഭരണം മോതിരം വാങ്ങിക്കുന്ന വ്യക്തിക്ക് സ്വർണ്ണമോതിരം വാങ്ങിക്കുമ്പം അത് സൂക്ഷിച്ച് വെക്കാനും കൊണ്ടുവരാനുമുള്ള ചെപ്പും കൂടെ തരുന്ന പോലെ എന്നൊരു നഗരപ്പെട്ട മനസ്സെന്ന് പറഞ്ഞതേ ഉള്ളൂ. തമ്പുരാന് ഒരാത്മാവിന് ഇങ്ങനത്തെ ആത്മീയ ആഭരണങ്ങൾ കൊടുത്താൽ അത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കാനുള്ള ആ കഴിവും കൂടെ തമ്പുരാൻ കൊടുക്കും എന്ന് മദ്രസ്യ വിശദീകരിക്കുകയാണ്. 12ാമത്തെ ഖണ്ഡിക. ധീരത അത്യാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെപ്പറ്റി ഒന്നുകൂടി ചോദിച്ചു കൊള്ളട്ടെ. അതൊരു നിസ്സാര കാര്യമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? മദ്രസ്യ ധീരതയെക്കുറിച്ച് ആവർത്തിച്ച് പറയണം. നമ്മൾ തൻ്റെ ഇടത്തോടെ നമ്മളെ തന്നെ കൊടുക്കാൻ തയ്യാറാകണം. ഇതിൻ്റെ പുറകെ ഇറങ്ങാൻ തയ്യാറാവണം. അത് നിസ്സാര കാര്യമാണ് നിങ്ങൾ വിചാരിക്കരുത്. വീണ്ടും പറയുകയാണ്, ആത്മാവ് യഥാർത്ഥത്തിൽ ശരീരത്തെ വിട്ടുപോകുന്നത് പോലെ അത്രേ തോന്നുക. വീണ്ടും പറയാണ്, ആത്മാവ് യഥാർത്ഥത്തിൽ ശരീരത്തെ വിട്ടുപോകുന്ന പോലെ അനുഭവമാണ്. അതുപോലെയുള്ള ഞടുക്കം, ഭയം, വിസ്മയം, പരിചയമില്ലാത്ത അനുഭവം അപ്രതീക്ഷിതമായിട്ട് വരും. അപ്പം അങ്ങനെ വരുന്നിടത്ത് തമ്പുരാനെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ബോധ്യത്തോടെ നീങ്ങാൻ അസാമാന്യ ധീരത തന്നെ വേണം. അല്ല നമ്മൾ കലങ്കിട്ടിട്ട് പോകും. അപ്പോൾ ആ ഒരു ധീരതയോടെ കൊടുക്കണം, നമ്മൾ തമ്പുരാന് വേണ്ടി കൊടുക്കണം. ഒരു പക്ഷേ ആ ധീരതയ്ക്ക് പൗലോസപ്പോസ്തലൻ പിന്നെ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, റോമ 8 അവസാന ഭാഗം, യേശുക്രിസ്തു വഴിയുള്ള ദൈവസ്നേഹത്തിൽ നിന്നെ വേർപെടുത്താൻ ആർക്കും ഒന്നിനും സാധിക്കുകയില്ല. പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതോ വരാതിരിക്കുന്നതോ ഒന്നും എന്നെ ഇതിനകത്ത് വേർപെടുത്താൻ പറ്റുകയില്ല എന്ന് അദ്ദേഹം എഴുതുമ്പോൾ എന്തൊരു അസാമാന്യമായ തൻ്റെ ഇടമാണ്, ധീരതയാണ്, ഉറപ്പാണ് കാണിക്കുന്നത്. അങ്ങനെ നീങ്ങുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ അനുഭവങ്ങളെ സ്വന്തമായിട്ട് സൂക്ഷിച്ചിട്ട് പോകാൻ പറ്റുകയുള്ളൂ.
അപ്പം അതിനെ വെല്ലുവിളിക്കാൻ മാത്രമുള്ള അനുഭവം ഇവിടെ ഉണ്ട്. അത് തീർന്ന വേണം. ശരീരത്തിൽ നിന്ന് ആത്മ വിട്ടുപോകുന്ന പോലെ അത്ര തോന്നുക. ബാഹ്യേന്ദ്രിയങ്ങൾ ക്ഷയിക്കുന്നു. ബാഹ്യമായ ഇന്ദ്രിയങ്ങളുടെ ഏരിയ എല്ലാം ഏതാണ്ട് തീർന്ന പോലെ പ്രസക്തി ഇല്ലാത്ത പോലെ ആയി പോവുകയാണ്. ഇതെല്ലാം എന്താണെന്ന് ഒരു രൂപവുമില്ല, ഒരു വ്യക്തത കിട്ടുന്നില്ല, നമുക്ക് ബുദ്ധിയിൽ തിരിയുന്നില്ല, മനസ്സിൽ ആശയം വരുന്നില്ല, ബാഹ്യമായ ഉറപ്പൊന്നും കിട്ടുന്നില്ല. വിശ്വാസത്തിൻ്റെ ചുവടുവയ്പ് ഓരോന്നും ഇരുട്ടിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. എടുത്തു ചാട്ടം പോലെയാണെന്നൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടല്ലോ. 2ാം നിലയുടെ തീ പിടിച്ച കെട്ടത്തിന് മുകളിൽ ചാടുന്ന ഒരു കുഞ്ഞിനെ കുറിച്ച് സൂര്യൻസ് പറയുന്ന കേൾക്കാറുണ്ട്. ഇരുട്ടിലേക്കുള്ള എടുത്തുചാട്ടമാണ്. അപ്പോൾ താഴെന്ന് പറഞ്ഞ് മോളെ ചാടിക്കോ, ഞാൻ താഴെയുണ്ട്. അത് കേട്ട് കൊച്ചു എടുത്തു ചാട്ടം കണ്ണു പടച്ച് ഇരുട്ടിലേക്ക് തീ പുകയ്ക്കകത്തോട്ട് കെട്ടത്തിന് മുകളിൽ നിന്നും. എങ്കിലേ കൊച്ചിനെ അപ്പം രക്ഷിക്കാൻ പറ്റുള്ളൂ. വിശ്വാസത്തിൻ്റെ ഏതൊരു ചുവടും അങ്ങനെ തന്നെയാണ്. വെള്ളത്തിൽ നിന്നും വെള്ളത്തിലേക്ക് പത്രോസ് ഇറങ്ങി കടലിൽ പോയി നടക്കാൻ കർത്താവ് പറഞ്ഞു വരുമെന്ന് പറഞ്ഞുകൊണ്ട് അത് കേട്ടിട്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു വിട്ടുകൊടുക്കലുണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഒരു രൂപമില്ല എന്താണ് ഞാൻ ചെയ്യുന്നത്, എങ്ങോട്ടാ ഞാൻ പോകുന്നുള്ളത്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ വിട്ടുകൊടുത്ത് മുന്നോട്ട് പോകണം. ശേഷമെല്ലാം എന്തെല്ലാം എന്നൊരു രൂപവുമില്ല. ശേഷമെല്ലാം നൽകുന്നയാൾ ധൈര്യവും കൂടി നൽകേണ്ടത് ആവശ്യമാണ്. ദൈവം ധൈര്യം നൽകുക തന്നെ ചെയ്യും. ഇത്രയും കൊണ്ടുവന്നിട്ടുണ്ട്, ദൈവം ധൈര്യം നൽകും. ആഭരണം നൽകുന്ന വ്യക്തി ആഭരണം സൂക്ഷിക്കാനുള്ള ചെപ്പും നൽകുമെന്ന് പറഞ്ഞ പോലെ തന്നെ ധൈര്യം നൽകും. ആത്മാവിൻ്റെ ഈ ഭയത്തിന് വേണ്ടുവോളം സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുമായിരിക്കും. അത്ര പേടിച്ചാൽ എന്താ, ഭയം തോന്നിയാൽ എന്താ, അതുപോലെ കിട്ടുന്നുണ്ടല്ലോ എന്ന് വേണം നിങ്ങൾ പെട്ടെന്ന് പറയുമായിരിക്കും. ഞാനും അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പേടിച്ചിട്ട് ഇട്ടിട്ട് പോകണ്ട, ഭയന്ന് മാറണ്ട. അതിനെ മറികടക്കാൻ മാത്രമുള്ള സമ്മാനം ദൈവം തന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് നഷ്ടമുള്ള ഒരു ഞടുക്കമല്ല, ഒരു ഭീരുത്വ അനുഭവമല്ല, ലാഭമുള്ളത് തന്നെയാണ്. നമ്മുടെ അൽഫോൻസാമ്മ പറയുന്ന പോലെ ഈ പാരവശ്യവും വേദനയും രോഗവും മാറാൻ ഞാൻ പ്രാർത്ഥിക്കുകയല്ല. കാരണം അത് കഴിഞ്ഞ് എനിക്ക് അതുപോലുള്ള ആത്മീയ സന്തോഷം തരുന്നുണ്ട്. അവിടെ അതിനെ മറികടക്കുന്ന നേട്ടമുണ്ട് എന്നാണ്. ഞാനും ഇത് തന്നെയാണ് പറയുന്നത്. അത്രമാത്രം നൽകാൻ ശേഷിയുള്ള അവിടുന്ന് സദാകാലം സ്തുതിക്കപ്പെടട്ടെ. അങ്ങേ ശുശ്രൂഷയ്ക്ക് നമ്മെ യോഗ്യരാക്കുവാൻ അവിടെ തിരുമനസ്സാകട്ടെ. ആമേൻ. 5-ാമത്തെ അധ്യായം മതചാന കൺകൊട് ചെയ്യുകയാണ്. അവിടത്തേക്ക് സ്തുതി ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.